Hi dears, ഹയർ സെക്കൻഡറി VHSC കെമിസ്ട്രി പ്രാക്ടിക്കൽ എങ്ങനെയാണ് വളരെ ഈസിയായി ആൻസർ പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യാം. നമ്മൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രം പോരാ, അത് വ്യക്തമായും പൂർണ്ണമായും ഒരു ആൻസർ പേപ്പറിലേക്ക് കംപ്ലീറ്റ് ആക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഫുൾ സ്കോർ ലഭിക്കുകയുള്ളൂ. അത് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസർ പേപ്പറിലേക്ക് ഒരു കെമിസ്ട്രി പ്രാക്ടിക്കൽ എഴുതാമെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതാണ് ഈ വർഷത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ നടത്താനുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് തരുന്നത്. അതിൽ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. വോളിയോമെട്രിക് അനാലിസിസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു ബേസോ ആസിഡ് സൊല്യൂഷനോ എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ടാവും. അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ ഉണ്ടാകും. അത് ഉപയോഗിച്ചിട്ട് ആ മാസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനും കൂടി തരും, ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തരും. നിങ്ങൾക്ക് നോർമാലിറ്റി അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ തരും. അത് ആസിഡ് ആവാം, ബേസ് ആവാം. ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ബേസ് ആണെങ്കിൽ രണ്ടാമത്തത് ആസിഡ് ആയിരിക്കും തരുന്നത്. ഇവിടെ ആദ്യം തന്നത് ആസിഡ് ആണെങ്കിൽ രണ്ടാമത്തത് ബേസ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ ടാബ്ലർ കോളം ചെയ്യുക. നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് ആ വോളിയം മാത്രമാണ് കിട്ടുന്നത്. ആ വോളിയം ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ടാബ്ലർ കോളം വരയ്ക്കുകയും അതിൽ കാൽക്കുലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് 15 സ്കോർ മാക്സിമം ലഭിക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് എഴുതാനാണ്. ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയർ ആണ് എഴുതേണ്ടത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിൻ്റെത് അത് എങ്ങനെയാണ് നമ്മൾ വിശദമാക്കാം. ഇത് നമ്മുടെ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനർ നമുക്ക് ഒരു മെയിൻ ഷീറ്റും തരും, അഡീഷണൽ ഷീറ്റും തരും. മെയിൻ ഷീറ്റിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ലെങ്കിൽ മെയിൻ ഷീറ്റിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കേണ്ടത്. അഡീഷണൽ ഷീറ്റിലാണ് നിങ്ങൾ ഈ പ്രൊസീജിയർ ഓൺലി 5 മിനിറ്റ്സ് സമയമേ നമുക്ക് തരുള്ളൂ. അപ്പൊ നമ്മൾ വെപ്രാളൊന്നും പിടിക്കാതെ വളരെ കൂളായിട്ട് തന്നെ ഓൺലി ആ 5 മിനിറ്റ്സ് സമയത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പ്രൊസീജിയർ എഴുതി കൊടുക്കണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എക്സാമിനേഷൻ ഹാളിൽ കയറുമ്പോൾ തന്നെയാണ് കുട്ടികൾക്ക് കുറച്ചൊക്കെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസ് ആണ്. ഒരു ആനയോണും ഒരു കാറ്റയോണും നിങ്ങൾ ഡിറ്റക്ട് ചെയ്യണം, അത് കണ്ടുപിടിക്കണം. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വിശദമാക്കുന്നതായിരിക്കും. നാലാമതായിട്ട് സിമ്പിൾ വൈവ ക്വസ്റ്റ്യനെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സോൾട്ടുകൾ ഏത് ഗ്രൂപ്പാണെന്നും അതിന്റെ കൺഫോമറ്റീവ് ടെസ്റ്റുകൾ ഏതാണെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൈവയിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് ആവലാതിപ്പെടേണ്ട കാര്യമില്ല. സോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ റെക്കോർഡാണ്. റെക്കോർഡിൽ നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞ പ്രകാരം എഴുതിയിരിക്കണം. മിനിമം 4 സോൾട്ടും 3 വോളിയോമെട്രിക് അനാലിസിസുമാണ് എഴുതേണ്ടത്. ഓരോ സ്കൂളുകളിലും എന്താണോ ടീച്ചേഴ്സ് പറഞ്ഞത് അതനുസരിച്ച് റെക്കോർഡിൽ എഴുതി ഒരു റെക്കോർഡ് സർട്ടിഫൈഡ് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. മാക്സിമം 4 മാർക്കാണ്. വോളിയോമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സ് നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പൊ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഷീറ്റും മെയിൻ ഷീറ്റും തരും. അതിൽ നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പകർത്തി എഴുതണം. എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ്, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങളോട് ബേസ് ആണ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബേസ് ആണെന്ന് പ്രത്യേകം പറയും. NaOH ആണെങ്കിൽ നിങ്ങൾക്ക് ബേസിൽ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ NaOH ചോദിക്കാം, അല്ലെങ്കിൽ KOH ചോദിക്കാം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക, NaOH ഓർ KOH. ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ യു ആർ പ്രൊവൈഡഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് ഒരു ആസിഡ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അത് മേ ബി ആസിഡുകൾ, ഏതെങ്കിലും ആസിഡുകൾ ചോദിക്കാം. HCl ചോദിക്കാം, HNO3 ആയിരിക്കാം ഇവിടെ എഴുതാൻ ചോദിക്കുന്നത്, H2SO4 ആയിരിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ആസിഡുകൾ ആയിരിക്കും തരാനുള്ള സാധ്യതയുള്ളത്. നമുക്ക് എന്ത് തന്നാലും പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ സാധിക്കും. കണ്ടെയ്നിങ് അതിന്റെ ഗ്രാം പെർ ലിറ്റർ ഒരു പ്രത്യേക നമ്പറുകൾ 3.5 എന്തെങ്കിലും ഒരു നമ്പർ ഇവിടെ തരും. അതും നിങ്ങൾക്ക് പൂർത്തിയാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളോട് പറയും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ എഴുതാനാണ്. ഇപ്പൊ വിദ്യാർത്ഥികളെ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ഒരു ബേസും ആസിഡും തമ്മിലുള്ള ന്യൂട്രലൈസേഷൻ ഇക്വേഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. സോൾട്ടും വാട്ടറും ലഭിക്കും, അതാണ് നമ്മൾ എഴുതേണ്ടത്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ബേസ് NaOH ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ പോസിബിലിറ്റീസ് ആണ് ഞാൻ എഴുതുന്നത്. NaOH ആണെങ്കിൽ
അതിന്റെ കൂടെ തന്നിരിക്കുന്ന ആസിഡ് നിങ്ങൾക്ക് +HCl ആണെങ്കിൽ എല്ലാവർക്കും അറിയാം ബേസും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ സോൾട്ട് ആണ് കിട്ടുക, NaCl + H2O. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാണ്. ഇനി ഇതിന്റെ പ്രൊസീജിയർ ആണ് എഴുതേണ്ടത്. അപ്പൊ ഒരു കുട്ടിക്ക് ഇത് പാരഗ്രാഫ് ആയിട്ട് സെന്റൻസുകൾ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടും എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾക്ക് ആദ്യത്തെ ഒരു വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് NaOH ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ NaOH സൊല്യൂഷനെ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അതുകൊണ്ട് ആ ഒരു വരി നമ്മൾ എഴുതിയിരിക്കണം. ദ ഗിവൺ NaOH സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് എഴുതിയിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ഒരു വരി ആദ്യം എഴുതണം. ഏതാണോ ബേസ് ഇവിടെ തന്നിരിക്കുന്നത്, ദ ഗിവൺ NaOH സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് എഴുതിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ബ്യൂററ്റിൽ എന്താണോ എടുക്കുന്നത്, പിപ്പറ്റിൽ എന്താണോ എടുക്കുന്നത്, ഇൻഡിക്കേറ്റർ എന്താണോ എടുക്കുന്നത് എന്ന് വളരെ ബ്രീഫായിട്ടും എഴുതിയാൽ മാർക്ക് നഷ്ടപ്പെടുന്നതല്ല. ഇപ്പൊ ബ്യൂററ്റിൽ എടുക്കുന്നത് ഓൾവേസ് ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന ആസിഡ് HCl ആണ് ഇവിടെ തന്നിരിക്കുന്ന ആസിഡ്. സോ ബ്യൂററ്റിൽ ആസിഡ് ആണ് എടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ പിപ്പറ്റ് നമ്മൾ ചെയ്യാറില്ല. ഓരോ സ്കൂളിലും ചെയ്ത രീതിക്ക് അനുസരിച്ച് ചില സ്കൂളുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും 20 ml പിപ്പറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഓരോ സ്കൂളിലും പിപ്പറ്റ് ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കാം. കോവിഡിന്റെ പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ ചില സ്കൂളുകളിൽ സിറിഞ്ചോ ടെസ്റ്റ് ട്യൂബുകളോ ഉപയോഗിച്ചിട്ടായിരിക്കാം. അതത് സ്കൂളുകളിൽ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യുക നിങ്ങൾ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ പിപ്പറ്റ് ഔട്ട് എന്നാണ് എഴുതാറുള്ളത്. അപ്പൊ പിപ്പറ്റിൽ നമ്മൾ എപ്പോഴും ബേസ് സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബേസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടത്തുള്ള NaOH ആണ്, അതായത് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ബേസ് ആയിരിക്കും പിപ്പറ്റിൽ. അപ്പൊ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ബ്യൂററ്റിൽ എപ്പോഴും ആസിഡേ എടുക്കാൻ പാടുള്ളൂ, പിപ്പറ്റിൽ നമ്മൾ ബേസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റർ എഴുതുക. ഫിനോഫ്തലിൻ ആണ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്ററിന്റെ കാര്യം നമുക്കറിയാം. ബ്യൂററ്റിലും പിപ്പറ്റിലും ആസിഡ് ബേസ് ആകുമ്പോൾ ഫിനോഫ്തലിൻ ആണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇത്ര മാത്രം എഴുതിയത്, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതുക എന്നാണ് പറയുന്നത്. ഇനി എൻ പോയിന്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഫിനോഫ്തലിൻ സൊല്യൂഷൻ ഒഴിക്കുന്നത് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്കാണ്. NaOH കോണിക്കൽ ഫ്ലാസ്കിലാണ് എടുക്കുന്നത്. ബേസിക് സൊല്യൂഷനിൽ പിങ്ക് കളറാണ് ഫിനോഫ്തലിന്റെ കളർ. അത് ന്യൂട്രലൈസേഷൻ ചെയ്യുന്ന സമയത്ത് കളർ ഡിസ്ചാർജ് ചെയ്യാണ്. ഇപ്പൊ എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ ഡിസപ്പിയർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പിങ്ക് കളർ ജസ്റ്റ് ഡിസപ്പിയർ. ലാസ്റ്റ് ഒരു വരിയും കൂടി എഴുതുക. റിപ്പീറ്റഡ് ദി ടൈട്രേഷൻ ഫോർ കൺകോർഡന്റ് വാല്യൂസ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. റിപ്പീറ്റഡ് ദി ടൈട്രേഷൻ ഫോർ കൺകോർഡന്റ് വാല്യൂസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷായി. നിങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള മാർക്ക് നഷ്ടപ്പെടുന്നതല്ല, 3 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ NaOH പകരം KOH ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ബേസ് KOH ഉം ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ആവാം. ഞാൻ പറഞ്ഞു ഈ കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. KOH ആവാം, സൾഫ്യൂരിക് ആസിഡ് ആവാം, NaOH ആവാം, സൾഫ്യൂരിക് ആസിഡ് ആവാം. അതുകൊണ്ട് തന്നെ കോമ്പിനേഷനുകൾ നിങ്ങൾ നോക്കേണ്ട, ഏതൊക്കെ ആസിഡ് ബേസ് നോക്കുക. അപ്പൊ നമ്മൾ ആ പ്രിൻസിപ്പിൾ എഴുതുന്ന സമയത്ത് ഒരു കുട്ടിക്ക് KOH സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ ഇക്വേഷൻസ് ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ഇനി വേറൊരു കുട്ടിക്ക് KOH ഉം നൈട്രിക് ആസിഡും ആണ് ഇവിടെ ആസിഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നൈട്രിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻസ് ഏത് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു ബേസും ഒരു ആസിഡും ആയിരിക്കാം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. KNO3 ആണ് വരുന്നത്, +H2 ആണ് വരുന്നത്. ഇങ്ങനെ ഓരോ കുട്ടിക്കും കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടാമതായി പ്രിൻസിപ്പിൾ കഴിഞ്ഞാൽ പ്രൊസീജിയർ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ പ്രൊസീജിയറിൽ നിങ്ങൾ എപ്പോഴും എഴുതേണ്ട ഒരു വരി, ദ ഗിവൺ സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ടു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഇപ്പൊ ഗിവൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ KOH ആണ്. ദ ഗിവൺ KOH സൊല്യൂഷൻ എന്ന് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ദ ഗിവൺ KOH സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ടു 100 ml. NaOH ആണെങ്കിൽ NaOH. ഇനി ആസിഡ് എസ്റ്റിമേഷൻ ആണെങ്കിൽ ഇവിടെ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ആസിഡ് എന്നാണെങ്കിൽ ഇവിടെ ആസിഡ് എന്ന് കൊടുക്കുക. ഏതാണോ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞത്, ഇവിടെ KOH ആവാം, NaOH ആവാം, ഏതെങ്കിലും ആസിഡുകളാവാം, HCl, HNO3, H2SO4 ആവാം. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ മാറ്റി എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ബ്യൂററ്റിൽ എഴുതേണ്ടത് എഴുതണം. ബ്യൂററ്റിൽ എപ്പോഴും നിങ്ങൾ ആസിഡ് ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിരിക്കുന്നത് HNO3 ആണ്. ഇതിന് പകരമായി നിങ്ങൾക്ക് HCl ആവാം, H2SO4 ആവാം. അപ്പൊ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ എഴുതണം, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിപ്പറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ബേസ് സൊല്യൂഷൻ ആണ്. അത് KOH ഓർ NaOH മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. എന്താണോ ക്വസ്റ്റ്യൻ പേപ്പർ. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ ആണ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് ഓൾവേസ് ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിൻ ഉപയോഗിക്കുക.
എൻ പോയിന്റ് പിങ്ക് ടു കളർലെസ് ആണ്. ഇപ്പൊ എൻ പോയിന്റ് നോട്ട് ചെയ്യുക. ഇതും നിങ്ങൾക്ക് മാറില്ല. ഇത് മാത്രമേ മാറുള്ളൂ. ബ്യൂററ്റ് പിപ്പറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് എന്താണോ അത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ ആണ് മേക്കപ്പ് ചെയ്യേണ്ടത്. അതും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ വരി എഴുതുക. ലാസ്റ്റ് ഒരു വരി നിങ്ങൾ എഴുതി വെക്കുക. ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ഫോർ കൺകോർഡന്റ് വാല്യൂസ്. ഇനി വോളിയോമെട്രിക്കിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ എസ്റ്റിമേഷൻ ഓഫ് NaOHഉം HClഉം ആണെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് നോക്കാവുന്നതാണ്. ഇതാണ് ഒബ്സർവേഷൻ പാർട്ട്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മാർക്കുകൾ ഇവിടെ മിസ്സാവാതെ നോക്കണം. കാൽക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ട്രയൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ തവണ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഏതൊക്കെ തമ്മിലാണ് ടൈട്രേഷൻ ചെയ്യുന്നത്, അതായത് ഒരു ബേസ് നിങ്ങൾ അടുത്തിരിക്കുന്ന ബേസ് NaOH എഗെയിൻസ്റ്റ് HCl ആണെങ്കിൽ അത് ഇവിടെ എഴുതുക. NaOH എഗെയിൻസ്റ്റ് HCl. ട്രയൽ നമ്പർ കൊടുക്കുക. ഇവിടെ 1 ആണ്. ഒന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത്. അതിൽ എപ്പോഴും വോളിയം ഓഫ് NaOH നമ്മൾ പിപ്പറ്റ് ചെയ്യുന്ന ബേസിന്റെ വോളിയം 20 ml ആയിരിക്കും. അത് നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ എടുത്താലും എങ്ങനെ എടുത്താലും അത് 20 എഴുതുക. ബ്യൂററ്റ് റീഡിംഗ് നിങ്ങൾ ഇനീഷ്യൽ 0 ആണെങ്കിൽ 0 ആക്കി എടുക്കുക. ഫൈനൽ നിങ്ങൾ ആ ടൈട്രേഷൻ ചെയ്ത്, അതായത് NaOHഉം HClഉം തമ്മിൽ ടൈട്രേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ബ്യൂററ്റ് റീഡിംഗ് ആണ്. ആ കളർ ചേഞ്ച് പിങ്ക് ടു കളർലെസ് ആവുന്ന പോയിന്റിലെ റീഡിംഗ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഇത് 18.5 ആണെന്ന് സപ്പോസ് ചെയ്യും. ഈ ഒരു വർഷം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാമതും കൺകോർഡന്റ് വാല്യൂ ഒരേ റീഡിംഗ് തന്നെ കിട്ടണം. രണ്ടാം തവണയും ഇതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. 20 ml കിട്ടുന്നു, 0 കിട്ടുന്നു. ആ കുട്ടിക്ക് കറക്റ്റ് ആണെങ്കിൽ അത് രണ്ടാമതും കറക്റ്റ് അതേ വാല്യൂ തന്നെ കിട്ടണം. പക്ഷെ നമ്മളിപ്പോൾ എടുക്കുന്നത് പിപ്പറ്റ് ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റ് ട്യൂബുകളും സിറിഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ കൺകോർഡന്റ് വാല്യൂ ഇവിടെ കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരു കാര്യം ചെയ്യുക, ഇത് ഇതേപോലെ റീഡിംഗ് ആക്കി എഴുതുക എന്നാണ്. ഇത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരേ റീഡിംഗ് എഴുതുക. അത് എന്നിട്ട് ആ കിട്ടിയ വോളിയമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി ഒരു കുട്ടി കൺകോർഡന്റ് കിട്ടിയില്ലെങ്കിൽ അത് മൂന്നാമതും ആ കുട്ടി ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു കോവിഡ് പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ കഴിയുന്നതും അപ്പാരറ്റസുകളുടെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് പിപ്പറ്റിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതിയാൽ മതി. 18.5 18 ഇങ്ങനെ കൺകോർഡന്റ് ആക്കി എഴുതുക. ഇതാണ് ഒരേപോലത്തെ റീഡിങ്ങിനെയാണ് കൺകോർഡന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ കോളം പൂർത്തീകരിച്ചു. ഇതിനും 4 മാർക്കുണ്ട്. നിങ്ങളൊരു കോളം വരച്ച് കാര്യങ്ങൾ എഴുതുന്നതിനും മാർക്കുണ്ട്. ഇത് നിങ്ങൾ ടീച്ചറെ കാണിച്ച് റൗണ്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇനി കാൽക്കുലേഷൻ പാർട്ടും കുട്ടികളെ തെറ്റിക്കാതെ ചെയ്യണം. ഇപ്പൊ കുട്ടികളെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷന്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. എസ്റ്റിമേറ്റ് ദി മാസ് ഓഫ് NaOH ആണെങ്കിൽ നിങ്ങൾ NaOHന്റെ മാസ് ആണ് ഇടുക. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സൊല്യൂഷൻ അതിന്റെ കൂടെ തരും. ആസിഡിന്റെ മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ടാകും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ കാൽക്കുലേഷനിൽ നമ്മൾ എഴുതേണ്ടത് ഏതിന്റെയാണോ തന്നിരിക്കുന്നത്. ഇപ്പൊ മാസ് പെർ ലിറ്റർ ഓഫ് HCl ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. മാസ് പെർ ലിറ്റർ ഓഫ് HCl എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതിയാൽ മതി. അത് ഓരോ ക്വസ്റ്റ്യനിലും തന്നിരിക്കുന്ന വാല്യൂ 3.6 gram per ലിറ്റർ ആണെങ്കിൽ അത് എടുത്തെഴുതുക. അത് കഴിഞ്ഞ് ഓരോതിന്റെയും ഇക്വലന്റ് മാസ് നമുക്ക് അറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളതിന്റെ ഇക്വലന്റ് മാസുകൾ. HClന്റെ ഇക്വലന്റ് മാസ് 36.5 ആണ്. ഇനി നോർമാലിറ്റി കാണാനുള്ള ഫോർമുല ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. നോർമാലിറ്റി കാണാനുള്ള ഫോർമുല, നോർമാലിറ്റി ഓഫ് ഏതായാലും ഇവിടെ HCl ആണെങ്കിൽ ആസിഡിന്റെ എഴുതണം. ഇനി ബേസ് ആണെങ്കിൽ ബേസ് എഴുതണം. ഇപ്പൊ മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ആണ് നോർമാലിറ്റി കാണാനുള്ള ഫോർമുല. സോ നമ്മൾ ഇവിടെ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3.6 ഡിവൈഡഡ് ബൈ 36.5 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. 0.09 ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ. ഇനി ഈ ഒരു നോർമാലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മുടെ NaOHന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. അതിനുശേഷം മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയണം. അതായത് രണ്ട് സൊല്യൂഷന്റെ നോർമാലിറ്റി കമ്പയർ ചെയ്യുന്നത് ഇക്വേഷൻ ആണ്. അപ്പൊ V1N1 = V2N2 എന്നുള്ള ഷോർട്ട് ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ 1 എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആസിഡ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബേസ് ആയിട്ട് എടുക്കാം. അതായത് ഇപ്പൊ VHCl 1ന്റെ സ്ഥാനത്ത് ആസിഡ് കൊടുത്താൽ രണ്ട് ഭാഗവും ഒരേപോലെ കൊടുക്കണം. V ആസിഡ് ഇൻറ്റു N അതേ ആസിഡ് തന്നെ കൊടുക്കണം. ഇക്വേഷൻ തെറ്റിപ്പോകും അല്ലാത്ത പക്ഷം. ഈ ഭാഗത്ത് നിങ്ങൾ ബേസ് ആണ് കൊടുക്കണമെങ്കിൽ VNaOH ഇൻറ്റു NNaOH എന്ന് കൊടുക്കും. അപ്പോൾ വോളിയം ഓഫ് NaOH നമ്മൾ പിപ്പറ്റ് ചെയ്തിരിക്കുന്നത് 20 ml ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൺകോർഡന്റ് വാല്യൂ വോളിയം ഓഫ് HCl 18.5 ml ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമാലിറ്റി ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അതിന്റെ മാസ് പെർ ലിറ്റർ ആണ് കാണേണ്ടത്.
അപ്പൊ ഇക്വലന്റ് മാസ് ഓഫ് NaOH അറിയാമെങ്കിൽ മാസ് പെർ ലിറ്റർ കാണാം. അപ്പൊ ഇത് അറിയണം, ഓരോ സൊല്യൂഷന്റെയും ഇക്വലന്റ് മാസ് നമുക്ക് കാണാതെ അറിയണം. NaOHന്റെ ഇക്വലന്റ് മാസ് 40 ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ മാസ് പെർ ലിറ്റർ. അപ്പൊ മാസ് പെർ ലിറ്റർ ഓഫ് NaOH ഈക്വൽ ടു എങ്ങനെ വരും? അപ്പൊ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് പെർ ലിറ്റർ ഓഫ് NaOH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് കിട്ടിയാൽ ഈ ഒരു വാല്യൂ കിട്ടും. ഇത്രയും ഗ്രാം പെർ ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. എഗെയിൻ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തുകയാണ്. മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ആണ് മാസ് പെർ ലിറ്റർ ഇൻറ്റു 100/1000. ഇത് ആൻസർ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.3648 ഗ്രാം ആണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഇതോടുകൂടി വോളിയോമെട്രിക് കാൽക്കുലേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ 3 ഇക്വേഷൻസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 3 ഇക്വേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നോർമാലിറ്റി, അപ്പൊ ഏതിന്റെ മാസ് പെർ ലിറ്റർ ആണോ തന്നിരിക്കുന്നത് അതിന്റെ നോർമാലിറ്റി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. പിന്നെ നമുക്ക് V1 N1 = V2 N2 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ആസിഡ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ മറ്റേ ഭാഗം ബേസ് ആയിട്ട് എടുക്കണം. അതിന്റെ വോളിയം അറിയാമെങ്കിൽ നോർമാലിറ്റിയും അറിയാം. ഒന്നിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒന്നിന്റെ നോർമാലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ആ നോർമാലിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാസ് പെർ ലിറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഉപയോഗിച്ചിട്ട് മാസ് ഓഫ് ഹോൾ ഇൻ ദ ഗിവൺ സൊല്യൂഷൻ, അത് ബേസ് ആവാം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഏതാണോ അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. NaOH, KOH ആവാം, ആസിഡ് ആവാം, HCl ആവാം, ഏതാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഇക്വലന്റ് മാസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കി മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സോൾട്ട് അനാലിസിസ് എഴുതുക എന്ന് നമ്മൾ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് സോൾട്ട് അനാലിസിസ് ആണ്. അടുത്തതായിട്ട് സോൾട്ട് അനാലിസിസ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സോൾട്ടുകളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ആനിയോണും കാറ്റയോണും ആണ് ചോദിക്കുന്നത്. അപ്പൊ സാധാരണ ചോദിക്കാവുന്ന ആനിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണേറ്റ് ആവാം, അല്ലെങ്കിൽ അസറ്റേറ്റ് അയോൺ ആവാം, അല്ലെങ്കിൽ ക്ലോറൈഡ് ആവാം, നൈട്രേറ്റ് ആവാം. ഇത് 4ൽ ഏതെങ്കിലും ഒന്നാണ് ആനിയോൺ ആയിട്ട് ചോദിക്കുക. കാറ്റയോൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയം അയോൺ ആവാം, 0 ഗ്രൂപ്പ് അയോൺ, ഫസ്റ്റ് ഗ്രൂപ്പ് അയോൺ ആയ ലെഡ് ആവാം, അതുപോലെ തന്നെ തേർഡ് ഗ്രൂപ്പ് അയോൺ ആയ അലൂമിനിയം ആവാം. ഇതാണ് പോസിബിലിറ്റീസ് ഉള്ളത്. അപ്പൊ ഓരോ സ്കൂളിലും നിങ്ങൾക്ക് ഏത് അയോൺസ് ആണെന്ന് സാധ്യതകൾ ഉള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഒരു സോൾട്ട് നിങ്ങൾ ചെയ്ത് ഒരു പേപ്പറിൽ എഴുതുന്നതിലാണ് മാർക്കുള്ളത്. അല്ലാതെ നമ്മൾ ചെയ്തത് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചിട്ട് പേപ്പറിൽ അതിനെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മാർക്ക് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ സ്കീം നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതിയിരിക്കണം. അപ്പൊ ഒരു സോൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കാർബണേറ്റും അമോണിയം ഉള്ള ഒരു സോൾട്ടാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആനിയോൺ കാർബണേറ്റും അമോണിയവും ആണെങ്കിൽ, കാറ്റയോൺ അമോണിയം ആണെങ്കിൽ നിങ്ങൾ സ്കീം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ആദ്യം നിങ്ങൾ HCl ടെസ്റ്റ് ചെയ്ത ടെസ്റ്റ് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് നിങ്ങൾ ബ്രിസ്ക് എഫർവസൻസ് ഉണ്ടെന്ന് എഴുതുക. പ്രസൻസ് ഓഫ് കാർബണേറ്റ്, ഏത് അയോണാണ് ആനിയോണാണോ കിട്ടിയത് ഉടനെ തന്നെ അതിന്റെ കൺഫോമറ്റീവ് ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഇതിന് 3 മാർക്കുണ്ട്. ഒരു ടെസ്റ്റ് എഴുതിയാൽ മതി. ആനിയോണിന്റെ കൺഫോമറ്റീവ് ടെസ്റ്റ് എഴുതുന്നു, പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ് ചെയ്യുന്നു. ഇനി കാറ്റയോണിന്റെ ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് കാറ്റയോൺ ചെയ്യുന്ന രീതിയൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, എഴുതേണ്ടതാണ്. കിട്ടിയിരിക്കുന്ന കാറ്റയോൺ 0 ഗ്രൂപ്പ് കാറ്റയോൺ ആണെങ്കിൽ അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ആയ സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് എഴുതുന്നു. അതിൽ നോ പ്രിസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ് ആണ്. അപ്പൊ ഏത് ഗ്രൂപ്പാണോ കിട്ടിയിരിക്കുന്നത് അതിന്റെ അനാലിസിസ് നമ്മൾ എഴുതണം. 2 ടെസ്റ്റുകൾ എഴുതണം. ഒന്ന് കൺഫോമറ്റീവ് ടെസ്റ്റ് ആണ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള ഒന്നാമത്തെ ടെസ്റ്റ് ആണ്, ഒരു പഞ്ചന്റ് സ്മെല്ലിംഗ് വരുന്നതാണ്, പ്രസൻസ് ഓഫ് അമോണിയം അയോൺ. രണ്ടാമത്തെ ടെസ്റ്റ് നെസ്ലേസ് ടെസ്റ്റ് ആണ്, ഒരു റെഡിഷ് ബ്രൗൺ പ്രിസിപ്പിറ്റേറ്റ് കിട്ടുന്ന ടെസ്റ്റ് ആണ്, പ്രസൻസ് ഓഫ് അമോണിയം ഈസ് കൺഫേംഡ്. ഈ കാര്യങ്ങളാണ് എഴുതി വെക്കേണ്ടത്. അതോടുകൂടി നമ്മുടെ എഴുത്ത് നിൽക്കും. ലാസ്റ്റ് നമ്മൾ റിസൾട്ടും കൂടി എഴുതിയാൽ മതി. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ദ ഗിവൺ സോൾട്ട് കണ്ടെയ്നിങ് കാർബണേറ്റ് ആനിയോൺ അമോണിയം ആസ് കാറ്റയോൺ ഇത് എഴുതി കഴിഞ്ഞാൽ സോൾട്ടിന്റെ എഴുത്ത് കഴിഞ്ഞ് വളരെ കുറച്ച് മാത്രമേ എഴുതാനുള്ളൂ. അമോണിയം കാർബണേറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സോൾട്ടുകളും എഴുതാവുന്ന മോഡലുകൾ ഇവിടെ ഞാൻ PDF ആയി നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സോൾട്ട് നമ്പർ 2 നോക്കാവുന്നതാണ്. ഇതിൽ അസിറ്റേറ്റ് ആണ് കിട്ടിയെങ്കിൽ നമ്മൾ 2 ടെസ്റ്റുകൾ എഴുതണം. കാർബണേറ്റ് ഇല്ല എന്ന് എഴുതണം. അസിറ്റേറ്റിന്റെ പ്രസൻസ്, സ്മെൽ ഓഫ് വിനെഗർ, കുറച്ച് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ സ്മെൽ ഓഫ് വിനെഗർ ഉണ്ടാവുന്നു, പ്രസൻസ് ഓഫ് അസിറ്റേറ്റ്. അതിന്റെ കൺഫോമറ്റീവ് ടെസ്റ്റ് എഴുതണം. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ഉപയോഗിച്ചുള്ള കൺഫോമറ്റീവ് ടെസ്റ്റ് എഴുതണം. അപ്പൊ അസിറ്റേറ്റ് കിട്ടിയ കുട്ടി അതിന്റെ കൺഫോമറ്ററി ആനിയോൺ ഒരു കൺഫോമറ്റീവ് ടെസ്റ്റ് എഴുതിയാൽ മതി, 2 എണ്ണം വേണ്ട. അപ്പൊ റെഡിഷ് കളർ പ്രിസിപ്പിറ്റേറ്റ് ആണ്, പ്രസൻസ് ഓഫ് അസിറ്റേറ്റ്.
പിന്നെ നമ്മൾ കാറ്റയോണിന്റെ ടെസ്റ്റ് ആണ് എഴുതുന്നത്. കാറ്റയോണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സീറോ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കണം. സോഡിയം കാർബണേറ്റ് ഒഴിച്ചു. precipitate ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് സീറോ ഗ്രൂപ്പ്. ഡയലൂട്ട് HCl ഒഴിച്ചു നോക്കുക. ഒരു വൈറ്റ് precipitate ഉണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. ഇങ്ങനെ നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടിയാൽ അതിന്റെ അനാലിസിസിൽ 2 ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഇപ്പൊ ലെഡ് കിട്ടിയ കുട്ടികൾക്ക് 2 ടെസ്റ്റുകൾ അനാലിസിസിൽ എഴുതാവുന്നതാണ്. ഒന്ന് പൊട്ടാസ്യം അയഡൈഡിന്റെ ഗോൾഡൻ സ്പാങ്കിൾ ടെസ്റ്റ് ആണ്, പ്രസൻസ് ഓഫ് ലെഡ്. രണ്ടാമത്തെ ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് അസിറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ്. യെല്ലോ precipitate ആണ് കിട്ടുക, പ്രസൻസ് ഓഫ് ലെഡ് ഈസ് കൺഫേംഡ്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് പൂർത്തിയാക്കുന്നതാണ്. അങ്ങനെ റിസൾട്ടും എഴുതി നിങ്ങളുടെ സോൾട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട. വോളിമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പൽ പ്രൊസീജിയർ എഴുതുക, അതിന്റെ കാൽക്കുലേഷൻ പാർട്ട് കറക്റ്റ് ചെയ്താൽ നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ആ റീഡിംഗ് കിട്ടാൻ മാത്രമാണ്. ആ റീഡിംഗ് ഉപയോഗിച്ച് കാൽക്കുലേഷൻ പാർട്ട് ചെയ്യുക. കിട്ടിയ സോൾട്ട് ഏതാണോ എന്ന് കറക്റ്റ് ആണോ എന്നൊന്ന് എക്സാമിനർ കൊണ്ട് ഒന്ന് ചോദിച്ച് ശരിയാണെങ്കിൽ നിങ്ങൾ ആ സ്കീം എഴുതി സബ്മിറ്റ് ചെയ്ത് നന്നായിട്ട് നൂലുപയോഗിച്ച് കെട്ടി പേപ്പർ സബ്മിറ്റ് ചെയ്യാം. എല്ലാ രജിസ്റ്റർ നമ്പർ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. അപ്പൊ എല്ലാവരും നല്ല ആത്മവിശ്വാസത്തോടു കൂടി പോവുക. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ സോൾട്ടുകളും എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.